ഇത് ഈ ഒരു സ്റ്റോറിയുടെ 7-ാം ഭാഗമാണ്. ബാക്കിയുള്ള ഭാഗങ്ങൾ ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. കണ്ടിട്ടില്ലാത്തവർ കാണാൻ ശ്രമിക്കുക. രാവിലെ ഉറക്കം എഴുന്നേൽക്കുമ്പോൾ തന്നെ മുറ്റത്ത് നിറയെ വെള്ളമായിരുന്നു. പാടത്തും തോട്ടിലുമെല്ലാം പതിവിലും കൂടുതൽ വെള്ളം. മുറിയിലെ ജനാല തുറക്കുമ്പോൾ ഒരു ശക്തിയായ കാറ്റ് മുറിക്കുള്ളിലേക്ക് അടിച്ചു കയറി. ആകാശം കാർമേഘങ്ങൾ കൊണ്ട് കറുപ്പ് മൂടിയിരുന്നു. ചിലപ്പോൾ പ്രകൃതിയുടെ ചില മാറ്റങ്ങൾ, അതും പ്രതീക്ഷിക്കാതെയുള്ള അങ്ങനെയുള്ള മാറ്റങ്ങൾ പലപ്പോഴും ഞാൻ ഇഷ്ടപ്പെടാറുണ്ട്. കാർമേഘങ്ങൾ ഇരുട്ടടച്ച് മൂടിക്കെട്ടി നിൽക്കുമ്പോൾ കൂട്ടിലേക്ക് ഓടിക്കയറുന്ന ചില പക്ഷികളെ കാണുമ്പോൾ ചിലപ്പോൾ നമ്മൾ മനുഷ്യരും അങ്ങനെ തന്നെ അല്ലേ എന്ന് ആലോചിക്കും. ആ ഒരു സമയത്ത് പുതച്ചുമൂടി കിടന്നുറങ്ങുന്ന ഉണ്ണിയേട്ടനെ ഒന്ന് നോക്കി. എന്താ സുഖം, എന്താ സന്തോഷം. അതേസമയം തന്നെ പുറത്തൊഴുകിപ്പോകാതെ നിൽക്കുന്ന മഴവെള്ളം വെട്ടിവിടുന്ന അമ്മയെ ഞാനൊന്ന് നോക്കി. ആ മുഖത്തൊരു വിഷാദമുണ്ട്. മഴ പലർക്കും പലതാണ്. ചിലർക്ക് പ്രണയം, ചിലർക്ക് വിരഹം, ചിലർക്ക് വിഷാദം, ചിലർക്ക് ആനന്ദം. ഏറ്റുവാങ്ങുന്നവന്റെ മാനസികാവസ്ഥയിലാണ് എപ്പോഴും മഴ. ഞാൻ അടുക്കളയിൽ കയറി ഞങ്ങൾക്ക് 3 പേർക്കും കുടിക്കാൻ ചായ ഉണ്ടാക്കി. നല്ല ചൂട് ചായ മുറിയിൽ കിടന്നുറങ്ങുന്ന ഉണ്ണിയേട്ടന് കൊണ്ടു കൊടുത്തു. എണീക്കാൻ മടിയായതുകൊണ്ട് തന്നെ കവളത്തൊരു കുത്തു കൊടുത്തിട്ടാണ് എണീപ്പിച്ചത്. ശേഷം ഞാൻ ചായ എടുത്തുകൊണ്ട് അമ്മയുടെ അടുത്തേക്ക് പോയി. ആ ഒരു കപ്പ് ചായ അമ്മയ്ക്ക് ഞാൻ കൊടുത്തു. പാവം അമ്മ ഒറ്റയ്ക്ക് കിടന്ന് കഷ്ടപ്പെടുകയല്ലേ. അമ്മയുടെ കയ്യിൽ നിന്നും മൺവെട്ടി വാങ്ങിച്ച് ഒഴുകിപ്പോകാതെ നിൽക്കുന്ന വെള്ളക്കെട്ട് പൊട്ടിച്ചു വിട്ടുകൊടുത്തു. ഇവിടെ അടുത്തെങ്ങും മറ്റു വീടുകളൊന്നുമില്ലാത്തത് കൊണ്ട് തന്നെ വെള്ളം നേരെ ഒഴുകിപ്പോകുന്ന പാടത്തേക്ക് തന്നെയാണ്. ഇന്ന് മഴയായതുകൊണ്ട് തന്നെ എണീക്കാൻ മടിയായതുകൊണ്ട് ഉണ്ണിയേട്ടൻ ഓഫീസിൽ വിളിച്ച് ലീവ് എടുത്തു. പക്ഷേ അന്നത്തെ ദിവസം രാവിലെ ഭക്ഷണം റെഡിയാക്കിക്കൊണ്ട് നിൽക്കുന്ന സമയത്തായിരുന്നു അമ്മ വന്നിട്ട് എന്നോട് പറയുന്നത്, മോളെ, അവൻ വന്നിട്ട് നിങ്ങൾ രണ്ടുപേരും കൂടെ കുടുംബക്ഷേത്രത്തിൽ നിന്ന് പോയില്ലല്ലോ. നിങ്ങൾ രണ്ടുപേരും ഇന്ന് മറ്റു പരിപാടികളൊന്നുമില്ലെങ്കിൽ അമ്പലത്തിൽ നിന്ന് പോയിട്ട് വാ. പക്ഷെ അത് കേട്ട സമയം എന്റെ മുഖത്ത് ഒരു സന്തോഷവും സങ്കടവും ഉണ്ടായിരുന്നു. ഉണ്ണിയേട്ടനൊപ്പം അമ്പലത്തിലേക്ക് പോകുന്ന എപ്പോഴും സന്തോഷം തന്നെയാണ്. എന്നാൽ മാനസി, എനിക്ക് ഭയം അവളെയാണ്. ഒരുപക്ഷെ ഇനി അവൾ ഞങ്ങളുടെ ജീവിതത്തിലേക്ക് കടന്നു വരുമോ എന്ന ഭയം എന്റെ മനസ്സിലുണ്ടായിരുന്നു. ഞാൻ ഒരു നിമിഷം ആ ഒരു കാര്യം തന്നെ കൂടുതലായി ചിന്തിക്കാൻ തുടങ്ങി. കാരണം അവളുടെ പെരുമാറ്റവും പെരുമാറ്റ രീതികളും അതുപോലെ തന്നെയായിരുന്നു. എപ്പോഴെല്ലാം അവൾ അടുക്കുന്നുവോ ആ നിമിഷമെല്ലാം എന്റെ മനസ്സിൽ കൂടുതൽ ഭയമെന്ന വികാരം ഉടലെടുക്കുന്നുണ്ടായിരുന്നു. പ്രണയിക്കുന്ന ഒരാളെ നമുക്ക് ഭയക്കണ്ട, പക്ഷെ പ്രണയം നടിക്കുന്ന ഒരാളെ നമുക്ക് ഭയക്കണം. അവളുടെ ചിന്തകൾ എന്താണെന്ന് പോലും എനിക്കിതുവരെ തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ല. ഇനി ഉണ്ണിയേട്ടനുള്ള സ്നേഹമാണോ, അതോ സ്നേഹം നടിച്ച് ഉണ്ണിയേട്ടന്റെ മനസ്സിൽ സ്ഥാനം പിടിക്കാൻ അവൾ ചെയ്യുന്ന എന്തെങ്കിലും സൂത്രമാണോ എന്നുപോലും എന്റെ മനസ്സിൽ ആ നിമിഷം തോന്നിപ്പോയി. അമ്മ വന്ന് പറഞ്ഞ കാര്യത്തോട് എനിക്കൊരിക്കലും നോ പറയാൻ പറ്റില്ല. ഞാൻ പതുക്കെ മുറിയിലേക്ക് ചെന്നു ഉണ്ണിയേട്ടനോട് കാര്യം പറഞ്ഞു. അത് പറയുന്ന സമയത്തും ഉണ്ണിയേട്ടന്റെ മുഖഭാവങ്ങൾ ഞാനൊന്ന് ശ്രദ്ധിച്ചു. ഉണ്ണിയേട്ടൻ അവിടേക്ക് പോകാൻ എന്തെങ്കിലും ശുഷ്കാന്തിയോ ഉന്മേഷമോ കാണിക്കുന്നുണ്ടോ എന്ന് പോലും. ചില സമയങ്ങളിൽ എന്റെ മനസ്സ് എവിടേക്കോ അലഞ്ഞു തിരിയാൻ തുടങ്ങും. കൺമുന്നിൽ കാണുന്ന കാഴ്ചകളെ മറ്റെന്തെങ്കിലും ചിന്തകളുമായി കൂട്ടിക്കലർത്തി ചിലപ്പോ എന്റെ നല്ല ചിന്തകളെ തന്നെ ഞാൻ നശിപ്പിക്കും. ഉണ്ണിയേട്ടൻ റെഡിയാവാൻ എടുത്ത സമയം മുതൽ ഇടാനെടുക്കുന്ന ഷർട്ട്, യൂസ് ചെയ്യുന്ന പെർഫ്യൂം, ഇതെല്ലാം ഞാനൊരു നിമിഷം ശ്രദ്ധിച്ചു. ശരിക്കും ആ ഒരു സമയം എന്റെ ചിന്തകൾ കാട് കയറുന്ന പോലെ എനിക്ക് തോന്നിപ്പോയി. പക്ഷേ ആ ഒരു സമയം ഞാൻ എന്റെ കണ്ണുകൾ അടച്ചുകൊണ്ട് എന്റെ തീക്ഷ്ണമായ ചിന്തകളെ ആദ്യം മാറ്റി നിർത്തി. അലമാരയിൽ തൂക്കിയിട്ടിരുന്ന വൈറ്റ് ചുരിദാർ ഞാൻ എടുത്തിട്ടു. ആ ഒരു സമയം ഉണ്ണിയേട്ടൻ എടുക്കാൻ പോകുന്ന ഷർട്ട് ഞാനൊന്ന് ശ്രദ്ധിച്ചു. അതൊരു റെഡ് കളർ ഷർട്ടായിരുന്നു. പെട്ടെന്ന് ഞാൻ ആ കൂട്ടത്തിൽ നിന്നും ഒരു വൈറ്റ് കളർ ഷർട്ട് എടുത്ത് ഉണ്ണിയേട്ടന് കൊടുത്തു. അമ്പലത്തിൽ പോകുകയല്ലേ, ഇതിട്ടോണ്ട് വന്നാ മതി. ഞാനത് കൊടുക്കുമ്പോൾ ഒരു മനസ്സില്ലാ മനസ്സോടെ എന്റെ കയ്യിൽ നിന്നും അത് വാങ്ങിച്ചു. പുറത്തേക്ക് ഇറങ്ങുമ്പോൾ മഴ നന്നായി തോർന്നിരുന്നു. ചെറിയൊരു വെട്ടം വന്നിട്ടുണ്ട്. ചില സമയങ്ങളിൽ മൂടിക്കെട്ടിയ അന്തരീക്ഷം പോലെ ചെറിയൊരു വെട്ടം മുഖത്തേക്ക് അടിക്കുമ്പോൾ അതൊരു ഉന്മേഷമാണ്. ഞാൻ ഉണ്ണിയേട്ടനൊപ്പം വണ്ടിയിൽ കയറി യാത്ര തുടങ്ങി. കുറച്ചു കാലത്തെ മോഹങ്ങളിലൊന്നായിരുന്നു അത്. മാസങ്ങൾക്ക് മുമ്പ് ഒരു അർദ്ധരാത്രിയിൽ ബൈക്കിൽ പോയ കാര്യം മാത്രം എനിക്ക് ഓർമ്മയിലുണ്ട്. ഞങ്ങൾ ഒരുമിച്ച് അമ്പലത്തിലേക്ക് കയറുമ്പോൾ ഞാൻ ചുറ്റും ഒന്ന് നോക്കി. അങ്ങനെ ഒരാൾ ആ പരിസരത്ത് എവിടെയെങ്കിലും ഉണ്ടോ? പൊതുവെ ആൾക്കാരും കുറവായിരുന്നു. പിന്നെ ഞാൻ നോക്കിയാൽ അവിടെയെങ്ങും ഇല്ല എന്ന് കണ്ടപ്പോൾ മനസ്സിനൊരാശ്വാസം തോന്നി. ചുറ്റമ്പലത്തിൽ വലം വെച്ച് വരുമ്പോഴാണ് മുടിയഴിച്ചിട്ട ഒരു സ്ത്രീ സർപ്പക്കാവിന് മുന്നിൽ നിന്നും തൊഴുതിട്ട് അകത്തേക്ക് വരുന്നു. മുടിയുടെ പകുതിയും മുഖത്തിന്റെ ഇരുവശത്തേക്ക് വീണു കിടപ്പുണ്ട്. സെറ്റ് മുണ്ടുമായിരുന്നു വേഷം. ആ ഒരു സമയം ആ നടപ്പിൽ തന്നെ എനിക്ക് പെട്ടെന്ന് മനസ്സിലായി, അതവളാണ് മാനസി. എന്തോ
അവളെ കണ്ട സമയത്ത് തന്നെ എന്റെ മനസ്സിലൊരു ആശങ്ക. ഒരുപക്ഷെ അവളുടെ വരവും പെരുമാറ്റമെല്ലാം എന്തോ എനിക്കിഷ്ടമുണ്ടായിരുന്നില്ല. ഉണ്ണിയേട്ടനെ കണ്ടതും അവൾ ഒന്ന് പുഞ്ചിരിച്ചിട്ട് അകത്തേക്ക് കയറിപ്പോയി. ആ സമയം പെട്ടെന്നായിരുന്നു ശ്രീകോവിലിൽ നിന്ന് ഇറങ്ങി വന്ന പൂജാരി എന്റെ പേര് ചൊല്ലി വിളിക്കുന്നത് ഞാൻ ശ്രദ്ധിച്ചത്. വിളി കേട്ടതും ഞാൻ പെട്ടെന്ന് അവിടേക്ക് ചെന്നു. അവിടെ ചെന്ന സമയത്ത് തന്നെ അന്നത്തെ ദിവസം നടത്തിയ വഴിപാടിന്റെ പ്രസാദങ്ങളും കാര്യങ്ങളുമെല്ലാം എന്റെ കയ്യിൽ തന്നു. ഞാനത് വാങ്ങിക്കാൻ കുറച്ചു നിമിഷം കാത്തു നിൽക്കുന്ന സമയത്താണ് അവർ തമ്മിൽ സംസാരിക്കുന്നത് എന്റെ ശ്രദ്ധയിൽപ്പെട്ടത്. എന്തോ ആ നിമിഷം എന്തെന്നില്ലാത്തൊരു വെപ്രാളം എന്റെ ശരീരത്തേക്ക് കടന്നു വരാൻ തുടങ്ങി. ശരിക്കും ആ ഒരു കാഴ്ച കണ്ടപ്പോൾ എന്റെ തല കറങ്ങുന്നത് പോലെ, ശരീരം കുഴഞ്ഞു വരുന്നത് പോലെ. എന്നാൽ കൂടുതൽ സമയം എനിക്കവിടെ നിൽക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല. പെട്ടെന്ന് ഞാൻ പ്രസാദം വാങ്ങിച്ച് അവരുടെ രണ്ടുപേരുടെയും നടുവിലെത്തിയപ്പോൾ ആ സമയം തന്നെ അവൾ ഞങ്ങൾ രണ്ടുപേരോടും യാത്ര പറഞ്ഞു പോയിരുന്നു. അപ്പോൾ മുതൽ അവൾ എന്താണ് പറഞ്ഞതെന്ന് അറിയാനുള്ള വെപ്രാളം എന്റെ മനസ്സിൽ കയറി തുടങ്ങി. ഞാൻ വണ്ടിയിൽ കയറുമ്പോഴും ഉണ്ണിയേട്ടനെ ചോദിച്ചു, അവൾ എന്താണ് പറഞ്ഞത്? ആ നിമിഷം എന്നോടൊന്നും തന്നെ പറഞ്ഞതുമില്ല. വീട്ടിലെത്തിയിട്ടും എന്റെ മനസ്സിൽ നിന്ന് ആ ഒരു ചിന്ത മായുന്നുണ്ടായിരുന്നില്ല. സ്വന്തം പങ്കാളിയിൽ എത്രത്തോളം വിശ്വാസമുണ്ടെങ്കിൽ പോലും പൊസസീവ്നെസ് അതൊരു കാരണമാണ്. മനുഷ്യനായി ജനിച്ച ഏതൊരു വ്യക്തിക്കും പൊസസീവ്നെസ് എന്നൊരു വികാരം നാം അറിയാതെ തന്നെ നമ്മുടെ മനസ്സിലേക്ക് കയറി പറ്റും. ചില കാര്യങ്ങൾ മനസ്സിൽ കയറി തുടങ്ങിയാൽ അത് മനസ്സിൽ നിന്ന് പോകാൻ പ്രയാസമാണ്. വീട്ടിലെത്തി ഓരോ കാര്യങ്ങൾ ചെയ്യുമ്പോഴും ഞാൻ പരിസരം മറന്ന് ചെയ്തുകൊണ്ടിരുന്നു. എന്റെ ജീവിത വഴിത്താരകളിൽ മുൻപ് എന്തൊക്കെയോ നഷ്ടമായതുപോലെ ഇതും എന്നിൽ നിന്ന് അകലുമോ എന്നൊരു ചിന്ത എന്റെ മനസ്സിലേക്ക് വന്നു. ഒരുപാട് മോഹങ്ങളോടെയാണ് അഭിഷേകമായിട്ടുള്ള ആദ്യ വിവാഹം നടന്നത്. പിന്നീട് അത് നഷ്ടമായപ്പോ ജീവിതത്തിൽ മറ്റൊരു ബന്ധം വേണ്ട എന്നൊരു ചിന്തയായിരുന്നു അതുവരെ മനസ്സിൽ. ചിലപ്പോ എന്റെ സമയം അങ്ങനെയാണ്. ആഗ്രഹിച്ച് കൊതിച്ചു തുടങ്ങുമ്പോൾ തന്നെ അത് മുന്നിൽ നിന്ന് നഷ്ടമായി തുടങ്ങും. അന്നത്തെ ദിവസം ഭക്ഷണം കഴിക്കുമ്പോൾ തന്നെ അത് കഴിക്കാൻ പറ്റുന്നുണ്ടായിരുന്നില്ല. വയറ് നിറഞ്ഞതുപോലെ ഒരു തോന്നൽ. മനസ്സിൽ എന്തെങ്കിലും അസ്വസ്ഥമായ ചിന്തകൾ തോന്നി തുടങ്ങിയാൽ പിന്നീട് ഭക്ഷണത്തോടുള്ള താല്പര്യം കുറയുന്നത് നന്നേ പതിവായിരുന്നു. ഞാൻ കഴിച്ചുകൊണ്ടിരുന്ന ഭക്ഷണം അതുപോലെ തന്നെ വെച്ചിട്ട് എഴുന്നേക്കാൻ ശ്രമിച്ചു. ഞാൻ എഴുന്നേക്കുമ്പോൾ ഉണ്ണിയേട്ടൻ കൂടെ കൂടെ എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നു. മനസ്സെന്തോ മരവിച്ചതുപോലെ. ഒരുപക്ഷേ ഉണ്ണിയേട്ടൻ എന്നോട് തുറന്നു പറഞ്ഞിരുന്നുവെങ്കിൽ മനസ്സിൽ ഇത്രത്തോളം വിഷമം വരില്ലായിരുന്നു. അവർ രണ്ടുപേർക്കുമിടയിൽ ഞാൻ ഒറ്റപ്പെട്ടതുപോലെ ഒരു തോന്നൽ. നമ്മൾ ഈ ലോകത്ത് ഇഷ്ടപ്പെടുന്ന ഒരാൾ നമ്മളിൽ നിന്ന് എന്തെങ്കിലും മറച്ചു വെക്കുകയോ കള്ളം പറയുകയോ ചെയ്തു കഴിഞ്ഞാൽ ഒരുപക്ഷെ നമ്മൾ അത് അക്സെപ്റ്റ് ചെയ്താലും നമ്മുടെ മനസ്സ് അത് അക്സെപ്റ്റ് ചെയ്യണമെന്നില്ല. അന്നത്തെ ദിവസം ക്ഷേത്രത്തിൽ നിന്ന് വന്നു കഴിഞ്ഞ് ഞാൻ ഉണ്ണിയേട്ടനോടൊന്നും തന്നെ മിണ്ടാൻ പോയില്ല. വീണ്ടും ആ ഒരു കാര്യം തന്നെ ചോദിച്ചു ചെല്ലാൻ എനിക്ക് മനസ്സും തോന്നിയില്ല. ഞാൻ ചിന്തിച്ചു കൂട്ടുന്നത് ഒരുപക്ഷെ എല്ലാം വെറും പൊള്ളയായ കാര്യങ്ങളാണെന്ന് എനിക്കറിയാമെങ്കിലും മനസ്സറിയാതെ എവിടേക്കോ യാത്ര ചെയ്യാറുണ്ട് ഞാൻ സങ്കല്പിക്കാത്ത വഴികളിലൂടെ. രാത്രിയിൽ കിടക്കാറായപ്പോ ബെഡിൽ കിടന്ന ഷീറ്റ് എടുത്ത് മടക്കി വെച്ചു. ആ ഒരു നിമിഷം ഉണ്ണിയേട്ടൻ അവിടെ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടായിരുന്നില്ല. എന്തോ ആ സമയം ഉണ്ണിയേട്ടനോടൊന്നും മിണ്ടാനും തോന്നിയില്ല. ഞാൻ അടുക്കളയിലെ വാതിലടച്ച് ജനാലകളും അടച്ച് അകത്തേക്ക് വന്നപ്പോ അമ്മ ഉറങ്ങിയിട്ടുണ്ടായിരുന്നു. പിന്നീട് ഞാൻ മുറിയിലേക്ക് ചെന്നപ്പോ എന്നെ നോക്കി നിൽക്കുന്ന ഉണ്ണിയേട്ടനെയാണ് ഞാൻ കണ്ടത്. ആ ഒരു നിമിഷം ഉണ്ണിയേട്ടൻ എന്റെ കണ്ണുകളിൽ തറപ്പിച്ച് നോക്കി നിൽക്കുകയായിരുന്നു. ഞാൻ ആ സമയം ഉണ്ണിയേട്ടന്റെ മുഖത്തേക്ക് നോക്കിയില്ല. കാരണം എന്നോടൊന്നും തുറന്നു പറയാത്ത ആളിന്റെ മുഖത്തേക്ക് ഞാൻ എന്തിനു നോക്കണം എന്നൊരു ചിന്തയായിരുന്നു എന്റെ മനസ്സിൽ. ഞാൻ ആ സമയം ഉണ്ണിയേട്ടനോടൊന്നും മിണ്ടാതെ മുറിയുടെ അലമാരയിൽ മടക്കി വെച്ചിരുന്ന ബെഡ്ഷീറ്റ് എടുത്ത് വിരിച്ചിട്ടിട്ട് ഞാൻ കിടന്നു. അത്രയും കാലത്തിന് ശേഷം ഞാൻ ആദ്യമായിട്ടാണ് ഉണ്ണിയേട്ടനോട് ഇത്രയും പിണങ്ങിക്കിടക്കുന്നത്. പിണങ്ങിക്കിടക്കുന്ന എന്നെ നോക്കി അതേ നിൽപ്പിൽ തന്നെ നിന്നുകൊണ്ട് ഞാൻ തിരിഞ്ഞു നോക്കുമോ സംസാരിക്കുമോ എന്നെല്ലാം ചിന്തിച്ചുകൊണ്ട് ഉണ്ണിയേട്ടൻ അവിടെ അങ്ങനെ നിൽക്കുകയായിരുന്നു. ആ ഒരു സമയം എന്റെ മനസ്സ് ഒന്നിനും പറ്റുന്ന ഒരു മാനസികാവസ്ഥയിലായിരുന്നില്ല. ദാമ്പത്യ ജീവിതത്തിൽ ഒരു മറയെന്ന് പറയുന്നത് ഞങ്ങൾക്കിടയിൽ ഉണ്ടാവരുതെന്ന് ആഗ്രഹിക്കുന്ന ഒരാളായിരുന്നു ഞാൻ. പക്ഷേ ഉണ്ണിയേട്ടന്റെ ഭാഗത്തുനിന്നും അങ്ങനെ ഒരു കാര്യം ഉണ്ടാകുന്നില്ല എന്ന് കണ്ടപ്പോ എനിക്ക് വല്ലാണ്ട് വിഷമം തോന്നി. ഉണ്ണിയേട്ടൻ പതുക്കെ എന്റെ അരികിലേക്ക് ചേർന്ന് കിടന്നു. എന്നിട്ട് എന്നെ തോളിൽ തട്ടിയിട്ട് ചോദിച്ചു, കീർത്തന, എന്താ നിന്റെ പ്രശ്നം? എനിക്കല്ലല്ലോ പ്രശ്നം, നിങ്ങൾക്കല്ലേ? അതുകൊണ്ടല്ലേ എന്നോടൊന്നും പറയാൻ കഴിയാത്തത്? കീർത്തന, നീ കാര്യം അറിയാതെ സംസാരിക്കുന്നത്. നിനക്കിതിനെപ്പറ്റി ഒന്നും അറിയാത്തത് കൊണ്ടാണ് നീ ഇപ്പൊ എന്നോട് ഇങ്ങനെ സംസാരിക്കുന്നത്. എനിക്കറിയാത്ത എന്ത് കാര്യമാണ് നിങ്ങൾ തമ്മിലുള്ളത് അതാദ്യം പറയൂ. ഞാനില്ലാത്ത സമയം എന്തിനാ നിങ്ങൾ മാറി നിന്ന് സംസാരിക്കുന്നത്? ഞാൻ ഓരോ കാര്യങ്ങളും കുറ്റപ്പെടുത്തി സംസാരിക്കുമ്പോഴും ഉണ്ണിയേട്ടന്റെ മുഖത്തെന്തോ ദയനീയാവസ്ഥയുണ്ടായിരുന്നു. എന്തോ പറയാനുള്ളതുപോലെ, എന്നാൽ ഒട്ടും പറയാൻ കഴിയാത്തതുപോലെ. ഉണ്ണിയേട്ടാ, എന്ത് കാര്യമുണ്ടെങ്കിലും നിങ്ങൾക്ക് എന്നോട് തുറന്നു പറയാം. ഞാൻ നിങ്ങളുടെ ഇടയിൽ നിന്ന് മാറിത്തരണമെന്നുണ്ടെങ്കിൽ അതിനാണെങ്കിലും എനിക്ക് യാതൊരു പ്രശ്നവുമില്ല.
പക്ഷേ എന്നിൽ നിന്ന് എന്ത് കാര്യമാണെങ്കിലും അത് മറച്ചു വെക്കരുത്. എനിക്കത് സഹിക്കാൻ കഴിയില്ല. ആ ഒരു സമയം ഉണ്ണിയേട്ടൻ എൻ്റെ തൊട്ടരികിൽ വന്ന് കിടന്നിട്ട് പറഞ്ഞു, കീർത്തന, അതിൽ മറ്റൊരു കാര്യമില്ല. അവളുടെ ജീവിതം വളരെയധികം കഷ്ടത്തിലാണ്. സാമ്പത്തികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ട് അനുഭവിക്കുന്നുണ്ട്. അവളുടെ കുഞ്ഞൊരു മാസമായിട്ട് ഹോസ്പിറ്റൽ ചികിത്സയിലാണ്. അതിനെന്നോട് സാമ്പത്തികമായിട്ടുള്ള കാര്യങ്ങളൊന്നും ചോദിച്ചിട്ടില്ല. പക്ഷേ ആ ഒരു സമയം എന്നെ കണ്ടപ്പോൾ എല്ലാ കാര്യങ്ങളും തുറന്നു പറഞ്ഞു എന്ന് മാത്രം. അല്ലാതെ ഞങ്ങൾ തമ്മിൽ യാതൊരു ബന്ധവും കാര്യങ്ങളും ഒന്നും തന്നെയില്ല. സാമ്പത്തികമായിട്ട് എന്തെങ്കിലും അവരെ ഒന്ന് സഹായിക്കണം എന്നെനിക്കുണ്ട്. ഒരുപക്ഷേ നിനക്കത് ഇഷ്ടമാവില്ല എന്നെനിക്കറിയാം. പക്ഷേ അതൊരു കുഞ്ഞിന്റെ കാര്യമല്ലേ. ഞാൻ എന്താ ചെയ്യണ്ടേ, നീ പറ. ഉണ്ണിയേട്ടാ, നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ ചെയ്തോ, അതിൽ യാതൊരു പ്രശ്നവുമില്ല. പക്ഷേ എന്ത് കാര്യമാണെന്നുണ്ടെങ്കിലും എന്നോട് തുറന്നു പറഞ്ഞാൽ അവിടെ തീരുന്ന പ്രശ്നമേ നമുക്കിടയിലുള്ളൂ. നിങ്ങൾ ഓരോ കാര്യങ്ങളും മറച്ചു വെക്കുന്ന സമയത്താണ് എനിക്ക് എന്നെ തന്നെ മനസ്സിനെ നിയന്ത്രിക്കാൻ പറ്റാത്തത്. ഇത്രയും പറഞ്ഞ് ഞാൻ ഉണ്ണിയേട്ടനെ ചേർത്ത് പിടിച്ചു. എന്തോ ആ നിമിഷം എൻ്റെ ചിന്തകളെ ശരിക്കും ശപിക്കുകയായിരുന്നു. അറിയാതെ ചിന്തിച്ചു കൂട്ടിയ കാര്യങ്ങൾ എത്രത്തോളം മണ്ടത്തരമാണെന്ന് ഞാൻ ആലോചിച്ചു. ആ ഒരു നിമിഷം എൻ്റെ കയ്യിൽ കിടന്നൊരു വള ഊരിയെടുത്ത് ഞാൻ ഉണ്ണിയേട്ടൻ്റെ കയ്യിൽ കൊടുത്തു. ഉണ്ണിയേട്ടാ, ഇത് എത്രയുണ്ടെന്ന് എനിക്കറിയില്ല. നിങ്ങൾ നിങ്ങളുടെ ഇഷ്ടം പോലെ എന്താന്ന് വെച്ച് ചെയ്തോ. നിങ്ങളുടെ കയ്യിൽ പൈസ ഇല്ല എന്നുണ്ടെങ്കിൽ ഇത് പണയം വെച്ചോ അല്ലെങ്കിൽ വിറ്റോ കാര്യങ്ങൾ നടത്ത്. എനിക്കതിൽ യാതൊരു പ്രശ്നവുമില്ല. എടോ, അത് കുഴപ്പമില്ല. അല്ലെങ്കിലും പൈസയും കാര്യങ്ങളും അതെന്താന്ന് വെച്ച് ഞാൻ ചെയ്തോളാം. താനിങ്ങനെ പിണങ്ങിയിരിക്കാതിരുന്നാൽ മതി. ഇത്രയും പറഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ എൻ്റെ മനസ്സിനൊരു ആശ്വാസം ഉണ്ടായിരുന്നു. ദാമ്പത്യ ജീവിതത്തിൽ തുറന്നു പറയേണ്ട കാര്യങ്ങൾ അത് തുറന്നു പറയുക തന്നെ വേണം. അല്ലെങ്കിൽ ആ ഒരു ജീവിതം രണ്ട് വ്യക്തികളും രണ്ട് മനസ്സുമായി മാറും. ഈ ഒരു കഥയുടെ ബാക്കി ഭാഗം ഈ ഒരു ചാനൽ തന്നെ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. ഈ കഥ കേട്ട എല്ലാവർക്കും നന്ദി.